ഇറാന്റെ കൈവശത്തിലുള്ള സമ്പുഷ്ട യുറേനിയം ഇസ്ഫഹാൻ പ്രവിശ്യയിൽ നിന്ന് അല്ലെങ്കിൽ സൂക്ഷിക്കപ്പെട്ട മേഖലയിൽ നിന്ന് മാറ്റിയതായിരിക്കുന്ന അഭിപ്രായം ഇപ്പോൾ പുറത്തു വരുന്നു. അമേരിക്കയുടെ വാഷിങ്ടൺ പോസ്റ്റാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സംശയമുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. IAEA എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഏജൻസിമാർ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ നിലവിൽ ഇറാനിലില്ല. ഇറാൻ്റെ ആഭ്യന്തരമായിരിക്കുന്ന പല രഹസ്യങ്ങളും ചോർത്താൻ പല ഘട്ടങ്ങളിൽ മൊസാദ് സംഘത്തിന് സാധിച്ചിരുന്നു. എന്നാൽ ഒറ്റപ്പെട്ട രീതിയിൽ പോലും അത്തരം മൊസാദിൻ്റെ ഏജൻറ്റുമാർ ഈ ഇറാൻ്റെ മേഖലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊരു സുരക്ഷിത ഇടമുള്ള മേഖലയല്ല ഇറാൻ എന്ന് അവരുടെ ഏജൻറ്റുമാർക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു. 2000-3000-ത്തോളം മൊസാദിൻ്റെ ഏജൻറ്റുമാരെ ഇറാനിൽ വെച്ച് പിടികൂടുകയും ഏകദേശം 30-ലധികം ആളുകൾക്ക് വധശിക്ഷ നൽകുകയും ചെയ്തു. 300 പേർക്ക് വധശിക്ഷ നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും കാണുന്നുണ്ട്, പക്ഷേ സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടല്ല. സർവ്വ മേഖലയിലും ഇപ്പോഴും രഹസ്യമായിരിക്കുന്ന അന്വേഷണ കാര്യങ്ങൾ ഇറാൻ നടത്തുന്നുണ്ട്. അഥവാ ഇറാൻ്റെ ഒരു പേഴ്സണൽ ട്രൂപ്പ് എന്ന് പറയുന്ന സൈനിക സംവിധാനം മുജ്തബ അലി ഖംനായുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് ആയത്തുള്ള അലി ഖംനായുടെ മരണത്തിന് ശേഷം അവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് മൊസാദ് സംഘം ഇസ്രായേലിന് ഒറ്റുകൊടുത്തതാണ് അദ്ദേഹമുള്ള സ്ഥലം എന്നുള്ളതും ചില സൈനികരുടെ വ്യക്തികൾ ആരെങ്കിലും അതിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടാകാം എന്നൊരു നിരീക്ഷണം അവർ നടത്തിയിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. ഇറാനിൽ വെച്ചായിരുന്നു ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ അനിയെ കൊല്ലപ്പെട്ടത്. ഇസ്മായിൽ അനിയെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് അത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. അതിൻ്റെ തലേ ദിവസമാണ് ആയത്തുള്ള അലി ഖംനായുമായിട്ട് ഇസ്മായിൽ അനിയ ചർച്ച നടത്തി. ആ ചർച്ച വളരെ പ്രാധാന്യമുള്ള ചർച്ചയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തെഹ്റാനിലെ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ഇടങ്ങളിൽ അല്ലെ മേഖലയിലാണ് യഥാർത്ഥത്തിൽ ഇസ്മായിൽ അനിയക്ക് അവർ താമസ സ്ഥലം ഒരുക്കിയത്. ആ മേഖല ഒരു 4 മുതൽ 6 നില വരെ അപ്പാർട്ട്മെൻറ്റ് വലിയ ബിൽഡിംഗാണ്. ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് ഇദ്ദേഹം താമസിക്കുന്ന റൂമിലാണ് ഈ മിസൈൽ ആക്രമണം അല്ലെ ബോംബ് ആക്രമണം നടക്കുന്നത്. പൊട്ടിത്തെറിച്ചു എന്ന് മാത്രമല്ല, കൂടെ ഉള്ള ഒരാൾ കൊല്ലപ്പെട്ടു, സൈനികർക്ക് ഗുരുതരമാർക്ക് പരിക്കേറ്റു, അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, റൂം അപ്പാടെ കത്തിയെരിയൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു എന്നുള്ളതാണ് റിപ്പോർട്ട്. അവിടെ നടന്നിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ആക്രമണം നടത്തിയത് ഇറാൻ്റെ അകത്ത് നിന്ന് തന്നെയാണ് എന്നുള്ളത് കൃത്യമായി. അഥവാ വൈമാനിക ആക്രമണം അല്ല, അവിടെ നിന്ന് തന്നെ തൊട്ടടുത്ത ബിൽഡിങ്ങിൽ നിന്നോ അതിനോടനുബന്ധിച്ച ഭാഗത്ത് നിന്നോ ആണ് ആക്രമണം നടത്തിയത്. അതിന് ഇദ്ദേഹം താമസിക്കുന്ന ബിൽഡിംഗ്, അദ്ദേഹം താമസിക്കുന്ന ഈ ഏത് നിലയിലാണ് എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ റൂം പോലും വളരെ കൃത്യതയോട് കൂടിയിട്ട് എന്തായിട്ടുണ്ട്, ചോർന്നു പോയിട്ടുണ്ട്. അതിനനുസരിച്ചാണ് ആക്രമണം നടത്തിയെന്നുള്ളത്. 2ാം ഘട്ടത്തിലാണ് ആയത്തുള്ള അലി ഖംനായി കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സങ്കീർണമാകുന്നത്. അതും ഇതുപോലെ ഒരു ഒറ്റായിരുന്നു. അതിനാൽ തന്നെ പ്രത്യേകമായിരിക്കുന്ന ഒരു ട്രൂപ്പ് ഉണ്ടാക്കി. ആ ട്രൂപ്പിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് യൂണിഫോം ഇല്ല എന്നുള്ളതാണ്. സാധാരണക്കാരെ പോലെയാണ് അവർ നടക്കുക. അതുകൊണ്ട് അവരാണോ അല്ലേന്ന് അറിയാൻ വേണ്ടി പറ്റില്ല. സൈനികർക്കിടയിൽ തന്നെ 10 സൈനികർക്കിടയിൽ ഒരു രഹസ്യാന്വേഷണ വിഭാഗമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ 10-ൽ ഒരാൾ ആരാണ് എന്നുള്ളത് 9 പേർക്കും അറിയില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അങ്ങനത്തെ ഒരു വല്ലാത്ത സാഹചര്യത്തിലേക്ക് സൈനിക സംവിധാന രീതികളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ മാറ്റാൻ വേണ്ടി അവർക്ക് സാധിച്ചു. അതുകൊണ്ടാണ് എവിടെ ഇപ്പോൾ പിടുത്തം കിട്ടാത്തത്. അമേരിക്ക അടിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞാൽ അവർ മിസൈൽ സംവിധാനം ഉപയോഗിക്കാൻ 4-5 കാറ്റഗറി ആക്കിയിട്ട് സൈനിക വിഭാഗത്തെ മാറ്റി ഓരോരോ ഏരിയക്ക് നേരെയും വരുന്ന ആക്രമണത്തിന് ഇന്ന ഏരിയയിൽ നിന്നാണ് തിരിച്ച് ആക്രമണം നടത്തേണ്ടത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഥവാ തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടക്കുകയാണെങ്കിൽ അത് ഇസ്ഫഹാൻ മേഖലയിലുള്ളവർ ആക്രമിക്കേണ്ട, അത് ഈ ഭാഗത്ത് തന്നെ ഉള്ളവർ ആക്രമിക്കും എന്ന് ചുരുക്കം. അങ്ങനെ രാജ്യത്തുടനീളം അതീവ രഹസ്യമായിരിക്കുന്ന ഒരു സംവിധാന രൂപം ഉണ്ടാക്കുകയും ആ രൂപത്തിൽ നിന്ന് അറിവ് ശേഖരിച്ചുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി ശത്രുപക്ഷത്തിന് നേരെ ആക്രമണം നടത്താൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ഇറാൻ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലവർ വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അതിനോടനുബന്ധിച്ചാണ് പല നിരീക്ഷണ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ മാത്രമല്ല, ചൈനയ്ക്കും അമേരിക്കയ്ക്കും എല്ലാവർക്കും സാറ്റലൈറ്റ് ഉണ്ട്. അമേരിക്കയുടെ ചില സാറ്റലൈറ്റ് ചിത്രങ്ങളോ മറ്റോ പുറത്തുവിട്ട ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയപ്പെടുന്നു. സമ്പുഷ്ട യുറേനിയം എന്ന് പറയുന്നത് ഈ അവരുടെ ഇസ്ഫഹാൻ പ്രവിശ്യയിൽ പ്രത്യേകമായിരിക്കുന്ന സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ഇതുള്ളത്. ആ മേഖലയിൽ ചില സമയത്തെല്ലാം ഒരുപാട് സൈനിക വാഹനങ്ങളും സൈനികരെയും കാണാൻ വേണ്ടി സാധിക്കുന്നു. പെട്ടെന്ന് അവർ അപ്രത്യക്ഷമാകുന്നു. ആ തരത്തിലാണ്.
അപ്പോൾ ആ മേഖല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആക്രമണ ഭീഷണിയുള്ള മേഖല എന്നുള്ള സ്വതന്ത്ര മേഖലയാണ്. സാധാരണക്കാർ ആളുകളൊക്കെ ജീവിച്ചു പോകുന്നുണ്ട്. ആ ചുറ്റുപാടത്തും ഇഷ്ടംപോലെ വീടുകളുണ്ട്, സംവിധാന കാര്യങ്ങൾ എല്ലാം ഉണ്ട്. എന്നാൽ ചില സമയത്ത് എന്തുണ്ടാകുന്നുണ്ട്, ചില ഏരിയകൾ വല്ലാത്ത രീതിയിൽ സൈനികർ വരുന്നു, സൈനിക വിന്യാസം നടത്തുന്നു. അവിടുന്ന് ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, പുതിയ വാഹനങ്ങൾ വരുന്നു. ഈ തരത്തിൽ കണ്ടെത്താൻ വേണ്ടി സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു സമ്പുഷ്ട യുറേനിയം അവിടെ നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അവർ ഇനിയിപ്പോൾ ആണവായുധ സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഏരിയകളിൽ നിന്ന് മാറ്റാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ IAEA കരാർ അടിസ്ഥാനത്തിൽ ഈ ആദ്യത്തെ ഘട്ടത്തിലുള്ള കരാർ വ്യവസ്ഥകളൊക്കെ കൃത്യമായ രീതിയിൽ പാലിക്കുകയാണെങ്കിൽ IAEA തീർച്ചയായിട്ടും വരും എന്ന കാര്യം സംശയമില്ല. അങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് നിരീക്ഷണ പരിശോധന ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഏരിയകൾ കൃത്യമായ രീതിയിൽ അവർക്ക് അറിയാവുന്നതാണ്. അവിടുത്തെ ആ ലിസ്റ്റ് കാര്യങ്ങളുണ്ട്. ആ മേഖലയിൽ നിന്ന് ഇത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ സാധനം ഉണ്ടാവില്ല എന്ന് ഉറപ്പാണല്ലോ. ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്നതാണ്. സമ്പുഷ്ട യുറേനിയം ഇപ്പോൾ 60% അത് 90% ആക്കാൻ വേണ്ടിയിട്ട് 6 ദിവസം കൂടി വന്നാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും അമേരിക്കയോട് പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇറാൻ ഒരിക്കലും വിശ്രമം കൊടുക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ 10 മടങ്ങ് ശക്തരായിട്ട് തിരിച്ചു വരും. യുദ്ധത്തിനിടയിൽ 10 മിനിറ്റ് പോലും വിശ്രമം അവർക്ക് കൊടുക്കാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പല ഘട്ടത്തിലായിട്ട് ഇസ്രായേൽ പറഞ്ഞതാണ്. അത് ഏറെക്കുറെ സത്യമാണ് എന്നുള്ളത് ഇപ്പോൾ തെളിയിച്ച് ചെയ്തിട്ടുണ്ട്. കാര്യം ഓരോരോ യുദ്ധം അവസാനിച്ചാൽ ആക്രമണം അവസാനിച്ചതിന് ശേഷം രണ്ടാം ഘട്ടത്തിൽ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ വീര്യത്തോടു കൂടിയാണ് ഇറാൻ പ്രതികരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോലെയല്ല, അതിന് ഡബിൾ മടങ്ങായിട്ട് ശക്തി സംഭരിച്ചുകൊണ്ട് അവർ പ്രതികരിക്കുന്നു എന്നുള്ളത് കൃത്യമാണ്. 2025 യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും പഠിക്കാൻ പോലും ഇസ്രായേലും അമേരിക്കയും തയ്യാറായിട്ടില്ല. അതിൻ്റെ ദാരുണ ഫലമാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത് എന്ന് ചുരുക്കം. ആ വിഷയമൊക്കെ ഇതിൻ്റെ ഇടയിൽ തന്നെ വന്ന് വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ 2025 ഇസ്രായേലാണ് ആക്രമിക്കുന്നത്. ആക്രമണത്തോടനുബന്ധിച്ച് പിന്നീട് അമേരിക്ക അതിൽ ഇടപെടുന്നു, ബങ്കർ ബസ്റ്റർ ബോംബിടുന്നു, ഇസ്ഫാൻ്റെ ആ മേഖല അപ്പാടെ ആണവായുധ കംപ്ലീറ്റ് തങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു, ഇനി ഒന്നും ശേഷിക്കുന്നില്ല, 60% മിസൈൽ ആക്രമണമൊക്കെ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. 60% മിസൈൽ നശിപ്പിച്ചു എന്നൊക്കെ അത് പറഞ്ഞതാണ്. പിന്നീടുള്ള ഇറാൻ്റെ തിരിച്ചടിക്ക് മുമ്പിൽ പതറിപ്പോയ അമേരിക്കക്കും ഇസ്രായേലിനും വേണമെങ്കിൽ ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ശക്തിയും ബലവും പഠിക്കാമായിരുന്നു എന്നുള്ളതാണ്. അവരതിന് മുതിർന്നിട്ടില്ല. അങ്ങനെയാണ് 2026 വീണ്ടും ആക്രമണം ഉണ്ടാകുന്നത്. അങ്ങനെ ആ ആക്രമണത്തിൻ്റെ പ്രതികരണമാണ് ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും ലോകം അനുഭവിക്കുന്നത് എന്ന് ചുരുക്കം. പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെ വില കൂടുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യവും പെട്രോളിയത്തിൻ്റെ വില വർദ്ധിപ്പിച്ചിട്ട് കൂടുതലിൻ്റെ വില കുറഞ്ഞാൽ ഈ കൂട്ടിയ വില കുറക്കുമോ? കൂട്ടിയ വില കൊണ്ട് കുറയ്ക്കുകയില്ല. കൂട്ടിയ വില കുറച്ചാൽ സംസ്ഥാന സർക്കാരിന് കിട്ടുന്ന ഈ ടാക്സ് പോവും, കേന്ദ്ര സർക്കാരിൻ്റെ ടാക്സ് പോവും, ഈ ഇറക്കുമതി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട അവർക്കുള്ള കിട്ടേണ്ട ടാക്സ് പോവും. അങ്ങനെ പലതരത്തിലുള്ള സാമ്പത്തികം കിട്ടിക്കൊണ്ടിരുന്നത് കിട്ടാതാവുന്നൊരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് കൂട്ടിയ വില കുറയ്ക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അവിടെ തന്നെ ഇത് അവസാനിച്ചിട്ടില്ല. പെട്രോളിയം ഉൽപ്പന്നത്തിന് വില കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ള വസ്തുക്കളുടെ വില കൂടും. അതിൻ്റെയും ഭാരം സാധാരണക്കാർ വഹിക്കേണ്ടി വരും എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യമെന്ന് പറയുന്നത് വളരെ ബുദ്ധിപരമായ രീതിയിൽ നടത്തപ്പെട്ട ഒരു യുദ്ധമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം. അതിൻ്റെ പ്രതിഫലനങ്ങൾ ലോകത്ത് മുഴുവനും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും അത് ഉണ്ട് എന്നുള്ളൊരു സത്യവുമാണ്. ഈ തരത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇവരിപ്പോൾ ആവർത്തിച്ച് പറയുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് ആവശ്യം യുറേനിയം നശിപ്പിക്കലോ ആണവായുധം ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കലോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. പകരം അവിടെ സൈനികപരമായിരിക്കുന്ന ബലം ഇല്ലാതാവണം, ശക്തി ക്ഷയിക്കണം. ഏകോപനമുള്ള ഭരണ സംവിധാനവും സൈനിക നേതൃത്വം ഇല്ലാതാവണം. 2 തരത്തിലാണ് അവിടെ സൈനിക നേതൃത്വം ഉള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു രാജ്യത്തിൻ്റെ സൈന്യം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റിൻ്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ കീഴിലാണ്, ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കീഴിലാണ് സാധാരണഗതിയിൽ സൈനിക സംവിധാനം പ്രവർത്തിക്കാറുള്ളത്. എല്ലാ രാജ്യത്തെ പോലെ ഇറാനിലും അതുണ്ട്. എന്നാൽ അവിടുത്തെ ആത്മീയ നേതാവ് സുപ്രീം ലീഡറുടെ കീഴിൽ മറ്റൊരു സൈനിക സംവിധാനം ഡയറക്റ്റായിട്ട് അങ്ങനെ പ്രവർത്തിക്കുന്നത്. പേഴ്സണൽ ട്രൂപ്പായിട്ടാണ് അതിനറിയപ്പെടുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ ഉള്ള സൈനികരായിരിക്കുന്ന ഈ പട്ടാളക്കാർക്ക് പുറമേ ആയിട്ട് ആത്മീയ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഡയറക്റ്റായിട്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു സൈനിക ട്രൂപ്പും കൂടി യഥാർത്ഥത്തിൽ ഇറാനിലുണ്ട്. അത് അപൂർവമായിരിക്കുന്ന രാജ്യത്ത് മാത്രമേ അതുണ്ടാവൂ. ഇപ്പോൾ ആ IRGC എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ആ ആത്മീയ നേതാവിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സൈനിക ട്രൂപ്പാണ്. അവരുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഉള്ളത്.
ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ വേണ്ടി പറ്റും, ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും വല്ലാതെ സജീവമായ രീതിയിൽ അഭിപ്രായങ്ങൾ പറയാൻ വരാറില്ല, കാണാറില്ല. മറ്റ് രാജ്യ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് അഭിപ്രായങ്ങളൊന്നും ഏതെങ്കിലും മീഡിയയിൽ കണ്ടതായിട്ട് നമ്മൾക്ക് വിവരമില്ല. ആ സമയത്തെല്ലാം വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജ്ഞിയാണ് പാകിസ്ഥാൻ സന്ദർശിക്കുന്നത്, ഒമാൻ സന്ദർശിക്കുന്നത്, ചൈന സന്ദർശിക്കുന്നത്, റഷ്യ സന്ദർശിക്കുന്നത്, എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു രൂപം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ അമേരിക്കയുടെയും പാകിസ്ഥാനും നേതൃത്വം നടത്തിയിരിക്കുന്ന സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടിടത്തേക്കും പോയത് വിദേശകാര്യമന്ത്രിയാണ്, രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അല്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ നേരിട്ട് കൊണ്ടുള്ള അത് മുജ്തബ അലി ഖംനായി എന്ന് പറയുന്ന സുപ്രീം ലീഡറുടെ നേതൃത്വത്തിലുള്ള സൈനിക ട്രൂപ്പിൻ്റെ വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിൽ നേരിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ഇറാനിൽ നടക്കുക. അതായത് പ്രസിഡൻഷ്യൽ ഭരണ സംവിധാനം എന്ന് പറയും. ഇറാൻ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യത്തിലൂടെ ആളുകൾ വോട്ട് നൽകിയിട്ടാണ് ഇപ്പോൾ ഉള്ള ഇറാൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന മസൂദ് പെഷഷ്കിയാൻ അടക്കമുള്ള സംവിധാനമൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതൊക്കെ ഒരു രീതി തന്നെ. എന്നാൽ അതിൻ്റെ മറ്റൊരു തലം കൂടി ഉണ്ട്. ആ തലം എന്ന് പറയുന്നത് ഈ മുജ്തബ അലി ഖംനായിയുടെ അല്ലെങ്കിൽ ആത്മീയ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള സൈനിക ട്രൂപ്പാണ് എന്നാണ് ചുരുക്കം. അപ്പോൾ ഇവിടത്തെ പ്രധാനമായിരിക്കുന്ന വിഷയം നമ്മൾ പറയുന്നത് യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. രണ്ട് തരത്തിൽ അമേരിക്ക ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ സംബോധന ചെയ്തിട്ടുണ്ട്. അതിലൊന്ന്, അത് പൂർണ്ണമായിട്ട് നശിപ്പിക്കുക. അത് അമേരിക്ക നശിപ്പിക്കും. അതിലെന്ത് ചെയ്യണം? ഇറാൻ സമ്മതം നൽകണം. അതാണ് ഒന്ന്. രണ്ടാമത്, അത് സംഭവിച്ചവരെ തങ്ങളെ ഏൽപ്പിക്കുക, അതായത് അമേരിക്കയെ ഏൽപ്പിക്കുക. അപ്പോൾ പിന്നെ അവരത് കൊണ്ടുപോയാൽ എന്ത് ചെയ്തോളൂ, അങ്ങനെ പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ ഒരു ഘട്ടം വന്ന സമയത്താണ് അമേരിക്ക അല്ലാത്ത ഏതെങ്കിലും രാജ്യത്തിൻ്റെ കൈവശത്തിലേക്ക് തങ്ങൾക്ക് ഈ സമ്പുഷ്ട യുറേനിയം നൽകുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ റഷ്യയുടെ പേര് പറഞ്ഞ് നമുക്ക് ആലോചിക്കാമെന്ന് ഇറാൻ പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം, അവിടെ സമ്പുഷ്ട യുറേനിയത്തിൻ്റെ അപ്പുറമായ രീതിയിൽ അവിടെ വ്യാപകമായ രീതിയിൽ ആയുധശേഷിയുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അത് കണ്ടെത്താനും നശിപ്പിക്കാനും സാധിക്കാത്തിടത്തോളം കാലം ഒരിക്കൽ പോലും ഇസ്രായേൽ സുരക്ഷിതമല്ല എന്നവർ കണക്ക് കൂട്ടുന്നു. ആ കണക്ക് കൂട്ടൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസികമായ രീതിയിൽ വലിയ പ്രയാസവും കൂടി ഉണ്ട് എന്നുകൂടി നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.